നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ജൂൺ മാസത്തിലെ ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾക്കായുള്ള പ്രാഥമിക സ്ക്വാഡ് പ്രഖ്യാപിക്കേണ്ടത് 18-ാം തീയതിയാണ്. ആര് സ്ക്വാഡ് തിരഞ്ഞെടുക്കും? 26-ാം തീയതിയാണ് കാർലോ അഞ്ചലോട്ടി ബ്രസീൽ ടീമിൻ്റെ കോച്ചായിട്ട് സ്ഥാനമേൽക്കുന്നത്. പക്ഷേ 18-ാം തീയതി തന്നെ പ്രിലിമിനറി ലിസ്റ്റ് പുറത്തുവിടണം. പിന്നെ ഫൈനൽ ലിസ്റ്റ് 26-ാം തീയതി പുറത്തുവിട്ടാൽ മതി. അപ്പോൾ പ്രിലിമിനറി ലിസ്റ്റ് പുറത്തുവിടാൻ അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് CBFൻ്റെ പ്രതിനിധികൾ മാഡ്രിഡിലേക്ക് എത്തിയിരിക്കുന്നു. മറ്റാരുമല്ല, ദേശീയ ടീമിൻ്റെ ടെക്നിക്കൽ കോർഡിനേറ്ററായിട്ടുള്ള റോഡ്രിഗോ കെയ്റ്റാനയും അതുപോലെ യുവാനും ഇപ്പോൾ മാഡ്രിഡിലേക്ക് യാത്ര തിരിച്ചു. ഇന്ന് രാവിലെ അവിടെ എത്തുന്നു. നാളെ കോച്ചുമായിട്ട് സംസാരിച്ച് ലിസ്റ്റ് ഉണ്ടാക്കും. അതോടൊപ്പം തന്നെ കോച്ചിൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരിക്കും, അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റുമാരായിട്ട് ആരൊക്കെ ഉണ്ടാകും, ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. വെള്ളിയാഴ്ച തിരിച്ച് റിയോ ഡി ജനീറോയിൽ CBFൻ്റെ ഡെലിഗേഷൻ എത്തും എന്നുള്ള വാർത്ത പുറത്തുവിടുന്നു ഗ്ലോബോ. വിശദമായിട്ട് കാര്യങ്ങളിലേക്ക് വന്നാൽ, ദേശീയ ടീമിൻ്റെ ഡയറക്ടർ അതുപോലെ ടെക്നിക്കൽ കോർഡിനേറ്ററൊക്കെ ഡയറക്ടറും അതുപോലെ ടെക്നിക്കൽ കോർഡിനേറ്ററും അതായത് കെയ്റ്റാനയും യുവാനും ഇപ്പോൾ സ്പാനിഷ് ക്യാപിറ്റലിലേക്ക് യാത്ര തിരിച്ചു. അവർ വെനസ്ഡേ മോർണിംഗിൽ മാഡ്രിഡിലെത്തി. അതായത് ഇന്നത്തെ ദിവസം മയോർക്കയും റയലും തമ്മിൽ കളിക്കുന്ന ദിവസമാണ് അവരവിടെ എത്തുന്നതെന്ന് കൂടി ശ്രദ്ധിക്കുക. കോച്ചുമായിട്ടുള്ള മീറ്റിംഗ് നാളെയാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. റിട്ടേൺ ടു ബ്രസീൽ ഓൺ ഫ്രൈഡേ. ഇതിൽ അവരുടെ അജണ്ടയിൽ ഈ സ്ക്വാഡ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് മാത്രമല്ല, ടെക്നിക്കൽ കമ്മിറ്റിയുടെ അപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ കോച്ചിൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടാകും എന്നുള്ളതിൽ ഒരു വ്യക്തത വരുത്തുകയും ചെയ്യും. നിലവിൽ ലഭ്യമാവുന്ന വിവരമനുസരിച്ച് 4 ഫോറിൻ പ്രൊഫഷണൽസ് അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവും, ആഞ്ചലോട്ടിയോടൊപ്പം ഉണ്ടാവും ബ്രസീൽ ടീമിനെ പരിശീലിപ്പിക്കാൻ. അതിൽ അദ്ദേഹത്തിൻ്റെ മകനും ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ നേരത്തെ വന്നിരുന്ന വാർത്തകൾക്ക് വിരുദ്ധമായിട്ട് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഡേവിഡ് ആഞ്ചലോട്ടി ഉണ്ടാകും. അതുപോലെ തന്നെ ഇറ്റാലിയൻ താരമായിട്ടുള്ള ഫ്രാൻസിസ്കോ മൗഴിയും അസിസ്റ്റൻ്റ് കോച്ചുമാരായിട്ടുണ്ടാകും എന്ന റിപ്പോർട്ട് ഗ്ലോബോ പുറത്തുവിടുന്നു. കൂടാതെ തന്നെ മറ്റു ചില വിവരങ്ങൾ കൂടി പുറത്തുവിടുന്നുണ്ട്. ബ്രസീലിയൻ കോച്ചുമാരെ ആരെയെങ്കിലും സ്ക്വാഡിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ എന്നുള്ള ഡിസ്കഷൻസ് കൂടി നടത്തും എന്നാണ് നിലവിൽ ഗ്ലോബോയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി ഈ സ്ക്വാഡ് അനൗൺസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതിൽ പ്രധാനമായിട്ടും റോഡ്രിഗോ കെയ്റ്റാനയും ആഞ്ചലോട്ടിയും യുവാനും തമ്മിൽ ചർച്ച ചെയ്തിട്ട് ഒരു 52 പേരുടെ ലിസ്റ്റ് പുറത്തുവിടും. ആ ലിസ്റ്റ് പുറത്തുവിടേണ്ടത് 18-ാം തീയതിയാണ്. ഫിഫയുടെ ഡെഡ് ലൈൻ വെച്ച് നെക്സ്റ്റ് സൺഡേയിൽ ആ ലിസ്റ്റ് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മാർച്ചിലെ കോളപ്പിൻ്റെ സമയത്ത് ആദ്യമായിട്ട് പ്രിലിമിനറി ലിസ്റ്റ് CBF പുറത്തുവിട്ടു. സാധാരണ അങ്ങനെ പ്രിലിമിനറി ലിസ്റ്റ് പുറത്തു വിടാറില്ല, ഫൈനൽ ലിസ്റ്റ് പുറത്തു വിടാറുള്ളൂ. മാർച്ചിൽ അങ്ങനെ പുറത്തു വിട്ട പോലെ തന്നെ ഈ ലിസ്റ്റും പുറത്തു വിടും എന്നാണ്. 52 പ്ലെയേഴ്സ് പ്രീ ലിസ്റ്റ് പുറത്തു വിടും എന്നാണ് ഇപ്പോൾ ഗ്ലോബോ അറിയിക്കുന്നത്. അതായത് ഞായറാഴ്ച അറിയാം ആരെയൊക്കെ പ്രീ ലിസ്റ്റിലുണ്ട് എന്നുള്ളത്. ഫൈനൽ കോളപ്പ് വിൽ ടേക്ക് പ്ലേസ് ഓൺ 26th റിയോ ഡി ജനീറോയിൽ ഫൈനൽ കോളപ്പ് പ്രഖ്യാപനം ഉണ്ടാവും. അതിന് കാർലോ ആഞ്ചലോട്ടി ഉണ്ടാവുകയും ചെയ്യും. കൂടാതെ കാർലോ ആഞ്ചലോട്ടിയുടെ കീഴിൽ ടീമിൻ്റെ ആദ്യ ട്രെയിനിങ് വരുന്നത് ജൂൺ 2 മുതലായിരിക്കും. കൊറിന്ത്യൻസ് അറീനയിൽ വെച്ചിട്ടായിരിക്കും അവിടുത്തെ ട്രെയിനിങ് സെൻറ്ററിലായിരിക്കും ട്രെയിനിങ് നടത്തുക. ബ്രസീൽ ജൂൺ 2 ജൂൺ 3 അവിടെ ട്രെയിനിങ് നടത്തും. എന്നിട്ട് ഇക്വഡോറിനെതിരെയുള്ള മത്സരത്തിനായിട്ട് ഇക്വഡോറിലേക്ക് പോകും. അവിടെ ജൂൺ 4 അവിടെ വെച്ച് ട്രെയിനിങ് നടത്തും. ജൂൺ 5 ഇക്വഡോറുമായിട്ട് കളിക്കും. അത് കഴിഞ്ഞ് ടീം നേരെ തിരികെ കൊറിന്ത്യൻസ് അറീനയിലേക്ക് തന്നെ വന്ന് അവിടെയായിരിക്കും ട്രെയിനിങ് നടത്താൻ പോകുന്നത്. പരാഗ്വയ്ക്കെതിരെ ജൂൺ 10 അടുത്ത മത്സരം. അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് അവിടെ വെച്ച് നടക്കും എന്ന കാര്യം കൂടി ഇപ്പോൾ ഗ്ലോബൽ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ആഞ്ചലോട്ടിയുടെ മുന്നിലുള്ള പദ്ധതി. ആഞ്ചലോട്ടിയെ കണ്ട് 18-ാം തീയതി പ്രിലിമിനറി സ്ക്വാഡ് പ്രഖ്യാപിക്കും. ആഞ്ചലോട്ടി റയലിൻ്റെ കോച്ചായിട്ട് തന്നെ തുടരും. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ റയലുമായിട്ടുള്ള സീസണിലെ അവസാന മത്സരം 25-ാം തീയതി നടക്കും. അത് കഴിഞ്ഞാൽ 26-ാം തീയതി അദ്ദേഹം റിയോ ഡി ജനീറോയിൽ ഉണ്ടാകും. ബ്രസീൽ ടീമിൻ്റെ പ്രഖ്യാപനത്തിന് വേണ്ടിയിട്ട് ഷെഡ്യൂളാണ് നടത്തുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.